ഇന്ന് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസ് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് എടുക്കാം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും ഡെയിലി യൂസ് ചെയ്യുന്നവർക്കും എന്നും വെയിലൊക്കെ കൊള്ളുന്നവർക്കൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് പാക്കിൻ്റെ ഒരു ബേസാണ് കേട്ടോ. ഇത് നമുക്ക് കരിമങ്ങലുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. മിക്കവാറും ഞാൻ പറയാറുണ്ട്, ഞാൻ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കാറ്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കി വെക്കുകയാണ്. ഒരാഴ്ച വരെ നമുക്കിത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമ്മൾക്ക് നമ്മുടെ മുഖത്തുള്ള ടേണും മറ്റുള്ളതൊക്കെ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിലേക്ക് ഈ ക്യാരറ്റിൻ്റെയും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുകയാണ്. ഇത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം, സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ഹോളിഡേ ഒക്കെ കിട്ടി വീട്ടിലിരിക്കുന്ന ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഒരു അരമണിക്കൂർ പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് നോക്കിയാൽ നല്ല മാറ്റമാണ് കേട്ടോ. മാത്രമല്ല കണ്ണിൻ്റെ തടത്തിലുള്ള ആ കളറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്ക്രീനിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരുന്നതും വെയിൽ കൊണ്ടിട്ട് ഉറങ്ങാതെ ആവുന്നതൊക്കെ ആ ഒരു സമയത്ത് വരുന്ന പാടുകൾ, കറുത്ത പാടുകൾ കണ്ണിൻ്റെ തടത്തിൽ, അതൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് കേട്ടോ. എനിക്കിത് പല രീതിയിലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോള് കോളേജിൽ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. കണ്ണിൻ്റെ താഴെ ഉള്ള കളറ് മാറ്റാനും അതുപോലെ തന്നെ മുഖത്ത് ടേണൊക്കെ മാറ്റാനും. അപ്പോൾ അത് ജ്യൂസ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയേണ്ടത്, നമുക്ക് തോരനൊക്കെ വെക്കാൻ എടുക്കാം കേട്ടോ. അതിൻ്റെ ബാക്കി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ കണ്ടോ, നമ്മുടെ കൂവപ്പൊടി പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. കൂട്ടി വെക്കരുത് ഒരിക്കലും. ഇത് ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വെക്കരുത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മളൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് വല്ലാതെ ഇങ്ങനെ തിക്കായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് എന്നും ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ കുറച്ച് മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു ബേസാണിത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമ്മുടെ ഫേസിലിടാൻ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതിനെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്റ്റാർച്ച് കൂടെ കുറുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ക്രീം ടെക്സ്ചറിലായി വരാറുണ്ട്. ഞാൻ മുന്നേ ഒരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ഇട്ടപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു ബേസാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. ചൂടാറുമ്പോൾ ഒന്നും കൂടി ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു ഭാഗം പെട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാറാൻ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി ഒരാഴ്ച വരെ വെക്കാം. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് നമുക്ക് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓൾറെഡി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഞാൻ തണുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതിന് ഇരട്ടി ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണ്. ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ. ഒരു ക്രീം ടെക്സ്ചറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുക. ഇത് തന്നെ തണുപ്പിച്ച് നമ്മളെ മുഖത്ത് തേച്ചാൽ പോലും നല്ല സൺ ടേണൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് എടുത്തത്. അതായത് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ കേട്ടോ. മാത്രമല്ല ഞാനിത് തുറന്ന് വെക്കുകയാണ് ചെയ്തത്. ഒരിക്കലും തുറന്ന് വെക്കരുത്, ഇതുപോലെ ആയിപ്പോവും. ഇത് ചീത്ത ആയതല്ല, നമ്മളിത് തുറന്ന് വെക്കുമ്പോൾ ഡ്രൈ ആയിപ്പോവും ഇതിൻ്റെ മേളത്തെ ഭാഗമൊക്കെ. ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കും. നല്ല തണുപ്പിൽ തന്നെ നമ്മൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കോഫി പൗഡർ ആണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് എടുക്കണം. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പുറത്ത് പോയി വന്നിട്ട് മുഖത്ത് ഈ കണ്ണിൻ്റെ തടത്തിലൊക്കെ കണ്ടില്ലേ ടേൺ അടിച്ചതാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങാതിരുന്നാലോ കമ്പ്യൂട്ടറിൽ നോക്കിയാലൊക്കെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അതിൽ കളറ് വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ആ തണുപ്പിൽ തന്നെ കുറേശ്ശെ ഈ ഒരു വിരലിലെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ താഴെ മേലെയൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഈ ഒരു രീതിയിൽ
ഇത് നമ്മൾ ക്രീമായിട്ടല്ല ഉപയോഗിക്കുന്നത്, ഇതൊരു ബേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മൾ കണ്ണിൻ്റെ തടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ 2 കണ്ണിലും ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സുഖമാണ് കേട്ടോ അതിങ്ങനെ തണുത്ത ഈ ഒരു ബേസ് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ കണ്ണിൻ്റെ തടത്തിൽ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതുണ്ടല്ലോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള, ഞാനിവിടെ നെസ്കേഫിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബേസിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ബേസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്തോ കോളേജിലോ ഓഫീസിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂൺ കോഫി പൗഡർ എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നതിന് ശേഷം നമുക്കിത് എളുപ്പത്തിലിടാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും ശരി, നമുക്ക് പുറത്ത് പോയി വന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പിലാണ് ഇരിക്കുന്നത്. എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മളിത് കോഫി മിക്സ് ചെയ്യുക, മുഖത്ത് തേക്കുക. മുഖത്തും കഴുത്തിലും കയ്യിലും എവിടെയാണോ നമുക്ക് തേക്കേണ്ടത്, എവിടെയാണോ വെയിലടിച്ചിട്ടുള്ള പാടുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തേക്കുക. ഇതിലൊരിക്കലും തരിയുള്ള പൊടികളൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് നന്നായി കുറുക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ജ്യൂസ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. മുഖത്തൊക്കെ ഇതുപോലെ ബലം കൊടുക്കാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ റൗണ്ടിലാണ് ഞാനിത് മിക്കവാറും ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇടയിലൊക്കെ കരണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ വെളിച്ചം ഇങ്ങനെ വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുത്തിലും കയ്യിലെ മേലും മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതൊരു 3 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കിടിലൻ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ തടത്തിൽ നമ്മൾ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി വെച്ച് മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം ഇതാ ഒന്ന് ഇങ്ങനെ ചെറുതായി ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നനച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫേസ് പാക്ക് മുഖത്ത് നിന്ന് റിമൂവ് ചെയ്യാവൂ. അപ്പോൾ അതാ നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ, എന്തെങ്കിലും ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചൊക്കെ ഇതുപോലെ എടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അത് ആ കോഫി പൗഡറും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ കൂടെ ഇട്ട് കൊടുത്തില്ല, അതുകൊണ്ടാണ് ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നത് കേട്ടോ. നന്നായി നനച്ച് കൊടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാറ്റം അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. നെറ്റിയിലൊക്കെ കാണുന്നുണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. നല്ല ഗ്ലോ ആണ് കേട്ടോ. ഞാനിത് മോള് ഇടുമ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അവൾക്ക് ഇതിൻ്റെ മുന്നിലൊക്കെ വരാൻ ഇച്ചിരി മടിയുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒട്ടും നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോയി വന്ന് ടയേർഡായിട്ട് പോയി വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബേസ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് ബലം പിടിക്കരുത് കേട്ടോ. നനച്ചതിന് ശേഷമാണ് ഞാനിതുപോലെ ഒരു തുണി വെച്ചിട്ട് ഇത് എടുക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ തടത്തിലും മുഖത്തൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ആണ് തോന്നുക. നല്ല ഫ്രഷ് ആയ പോലത്തെ ഒരു ഫീലാണ്. മുഴുവനായിട്ട് ഞാനിതിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളിട്ട പാക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. നമുക്ക് ശരിക്കും അത് നമ്മുടെ ഓപ്പോസിറ്റ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മാറ്റം എന്താണെന്ന്. ഞാനിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ലൈറ്റൊന്നും വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഞാനെൻ്റെ ഈ കരിമങ്ങല് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 ക്രീം ഉണ്ടായിരുന്നു. ഒന്നൊരു ജെല്ലും ഒന്ന് പൊട്ടറ്റോയുടെ ഒരു ഫേസ് ക്രീമും. അതും ആ മുഖത്തിട്ട് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്.